നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. നോബൽ, KC എന്ന ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ടോ? ഹൈക്കമാൻഡ് KCക്കൊപ്പം തന്നെയാണോ നിൽക്കുന്നത്? VD സതീശനെയും രമേശ് ചെന്നിത്തലയുടെയും വാദം കേൾക്കുക, അവർക്ക് ആവശ്യമായ അവരുടെ മറ്റ് ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഫോർമുല തയ്യാറാക്കുക എന്നത് മാത്രമാണോ ബാക്കി? മധു, ഹൈക്കമാൻഡ് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ KC വേണുഗോപാലിന് ഒപ്പം തന്നെയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം MLA-മാരുടെ പിന്തുണ തന്നെയാണ്. ഒപ്പം MP-മാർ അടക്കമുള്ള ആളുകളും പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്, പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളും KC വേണുഗോപാലിന് പിന്തുണ അറിയിച്ചുവെന്ന സൂചനയും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ KC വേണുഗോപാലിന് ഒപ്പം തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം അടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ദില്ലിയിൽ അടക്കം ഉണ്ടായ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് അതിനെ ഒരു തരത്തിലും ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ നിരീക്ഷകർ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഹൈക്കമാൻഡ് MLA-മാരുടെ അഭിപ്രായം തേടാൻ എത്തിയ ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ശക്തി പ്രകടനങ്ങളോ നടത്തേണ്ട എന്ത് ആവശ്യമായിരുന്നു എന്നൊരു ചോദ്യം ഹൈക്കമാൻഡ് വൃത്തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ആ കാര്യം അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ സാഹചര്യം അത് കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് എന്നുകൂടി ഹൈക്കമാൻഡ് വിലയിരുത്തുകയും ചെയ്യുന്നു. കാരണം ഉമ്മൻചാണ്ടിയുടെ അടക്കം KC വേണുഗോപാലിന്റെ അടക്കം ഫ്ലക്സുകൾ വലിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ കേരള ഹൗസിലാണെങ്കിൽ സണ്ണി ജോസഫിന് നേരെ അത്തരത്തിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ടായി. ഒരു മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ള ചർച്ചകൾക്ക് പ്രധാനപ്പെട്ട ഈ പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട 3 നേതാക്കളെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ച് ഒരു സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകാൻ VD സതീശൻ ശ്രമിച്ചു എന്നൊരു വിലയിരുത്തൽ ഹൈക്കമാൻഡിലെ പല നേതാക്കൾക്കും ഉണ്ട്. അത് മല്ലികാർജ്ജുൻ ഖാർഗെ അവർ അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ അക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം അവരുടെ റിപ്പോർട്ടായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഇതൊക്കെ VD സതീശന് ഒരു തരത്തിൽ തിരിച്ചടിയായി എന്ന് വേണം വിലയിരുത്താൻ. എന്താണെങ്കിലും MLA-മാരുടെ പിന്തുണയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരുവിട്ട പ്രതിഷേധങ്ങളും VD സതീശന് അത്തരത്തിൽ എതിരാണ്. പ്രത്യേകിച്ച് MLA-മാരുടെ പിന്തുണ കൂടുതൽ KCക്കുണ്ട്. ഒപ്പം അതിരുവിട്ട പ്രതിഷേധങ്ങൾ അത് ഹൈക്കമാൻഡിനെതിരെ വെല്ലുവിളിയാണെന്ന വിമർശനം അടക്കം ഇവിടെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ പേര് തൽക്കാലം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം എന്നുകൊണ്ട് നമ്മൾ ഇത് ഒറ്റ പേരിലേക്ക് എത്തി എന്ന് ഒരിക്കലും വ്യാഖ്യാനിക്കേണ്ടതില്ല. രണ്ടുപേരെയും, രമേശ് ചെന്നിത്തലയും VD സതീശനെയും കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരെയും സമവായത്തിൽ എത്തിച്ചുകൊണ്ടൊരു തീരുമാനം, ആരായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി, അത് VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ KC വേണുഗോപാലാണോ എന്ന കാര്യത്തിൽ കൃത്യമായ കൂട്ടായ തീരുമാനം മാത്രമാണ് വരികയുള്ളൂ. ഒരു മികച്ച ഫോർമുല ഇതിൽ ഉണ്ടാക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ അല്ലെങ്കിൽ KC വേണുഗോപാലിനോ സ്വീകാര്യമായൊരു ഫോർമുല 3 പേരും മുഖ്യമന്ത്രി കസേര വിട്ട് ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷെ തീർച്ചയായും അങ്ങനെ ഒരു സമവായ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഈ ചർച്ചകൾ ഇത്രത്തോളം പോവുകയോ തെരുവിലേക്ക് പോവുകയോ ദില്ലി കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ കൂലങ്കുഷമായ ചർച്ചകൾക്ക് നേതാക്കൾ വട്ടത്തിലിരിക്കുകയോ വേണ്ടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. 3 പേരും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്നൊരു സമവായ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ മുന്നിലുള്ളത്.